കിട്ടും. എനിക്ക് ഇംഗ്ലീഷിന് ഫുൾ മാർക്കാ. അപ്പൊ നിന്റെ ഹിന്ദിയുടെ മാർക്കോ? മലയാളത്തിലെ മാർക്കോയെ കണ്ടില്ല, പിന്നെയാണ് ഹിന്ദി മാർക്കോ. നീ എന്ത് പറയുന്നത്? ഹിന്ദി മാർക്കോ സിനിമയുടെ കാര്യം അത് ഞാൻ കണ്ടില്ല. കാര്യം പറയുമ്പോ ചേനക്കാര്യം പറയുന്നു. നിങ്ങൾക്ക് അറിയാമോ, എനിക്ക് കണക്ക് ഭയങ്കര എളുപ്പാ. മറ്റു വിഷയങ്ങളൊക്കെ ഒരു കണക്കാ. എല്ലാം കണക്കാ. നിന്റെ ഐക്യു ലെവലൊന്ന് ചെക്ക് ചെയ്യണം. 2 2 4 2 6 2 8. 8ന്റെ പകുതി എത്ര? 8നെ നെടുകെ മുറിച്ചാൽ 2 3 കിട്ടും. കുറുകെ മുറിച്ചാൽ 2 0 കിട്ടും. നീ വളരെ തോൽവി. നിനക്ക് കണക്കൊന്നും പറയില്ല. നീ വളരെ താഴെയാ. മോളെ, കണക്ക് പഠിക്കണമെങ്കിൽ ആദ്യം പട്ടിക പഠിക്കണം. എന്ത് പട്ടിക? മരത്തിന്റെ പട്ടിക? അല്ലടി, മരത്തിന്റെ പട്ടിക ഒന്നും അല്ല, കണക്കിന്റെ പട്ടിക. നിനക്ക് ഹിന്ദി അറിയാമോ? ഹിന്ദി അറിയാം. ബംഗാളി ചേട്ടന്മാർക്ക് പറയുന്നല്ലേ. ഹിന്ദിയിൽ പട്ടിയെ കുത്ത എന്ന് പറയും. പട്ടിനെ എന്തിനാ കുത്തണേ? പട്ടിനെ കുത്തി പട്ടി നമ്മളെ കടിക്കില്ലേ? ഓ അതല്ല, ഹിന്ദിയിൽ പട്ടിയെ കുത്ത എന്ന് പറയും. പട്ടി കുത്ത, കുത്തക പട്ടിക. ആ പട്ടികയാണ് നിങ്ങൾ പറഞ്ഞ കണക്കിന്റെ പട്ടിക. ഓ മഹാതോൽവി. ആര് തോൽവി? ഞാനോ? തോൽവി നിങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ എന്നെ കൊണ്ട് പറ്റും. നിങ്ങൾ ഇപ്പോൾ കണ്ടോളൂ ഞാൻ ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നത്. അമ്മ, നമുക്ക് ഐസ്ക്രീം വാങ്ങണം. അതിന് കാശ് എവിടുന്നാ? എന്റെ കയ്യിലും ഇല്ല, നിന്റെ കയ്യിലും ഇല്ല. എന്റെ കയ്യിൽ 50 രൂപയുണ്ട്. ആ നേരത്തെ പട്ടിയുടെ ഉള്ളിൽ കിടന്ന് കിട്ടിയതാ. ഞാനിത് എടുക്കുന്നത് നിങ്ങളാരും കണ്ടില്ലല്ലോ. ഇല്ല, ആരെങ്കിലും വണ്ടി പോയപ്പോൾ നേർച്ചപ്പെട്ടിയിലേക്ക് ഇട്ട് താഴെ വീണതോ? ഇതുകൊണ്ട് നമുക്ക് ഐസ്ക്രീം വാങ്ങണം. ഇതുകൊണ്ട് പുണ്യാള ഒരു ആവശ്യവുമില്ല. ആവശ്യം മുഴുവൻ നമുക്കാണ്. ഹലോ, ഇവിടെ 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 പുണ്യാളന്റെ നേർച്ചപ്പണവും എടുത്ത് ഐസ്ക്രീം വാങ്ങാൻ പോവാണല്ലേ? പുണ്യാളന്റെ നേർച്ചപ്പണോ? ഇതെനിക്ക് പപ്പ തന്ന പൈസയാണ്. എന്തിനാ ചേട്ടായി വെറുതെ കള്ളം പറയുന്നത്? അവിടെ കിടന്ന് കാശെടുക്കുന്നത് ഞാൻ കണ്ടല്ലോ. കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ ചെയ്തത് മോഷണം എന്ന വലിയൊരു പാപമാണ്. 7-ാം പ്രമാണത്തിനെതിരായ പാപം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്. ദൈവമേ, തെറ്റ് പറ്റിപ്പോയി. അമ്മു, നമുക്ക് ഈ കാശ് കൊണ്ടുപോയി നേർച്ചപ്പെട്ടിയിൽ ഇടാം. അതാ ശരി. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണ്ട. വാ. അപ്പു, അമ്മു, ദേ ഞാൻ നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും ഇണങ്ങിക്കഴിയുന്നു.